أعوذ بالله من الشيطان الرجيم إنه من يأت ربه مجرما فإن له جهنم لا يموت فيها ولا يحيا ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى جنات عدن تجري من تحتها الأنهار خالدين فيها وذلك جزاء من تزكى. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ച 74-ാമത്തെ ആയത്താണ്. അതിനു മുമ്പ് നമ്മൾ എടുത്ത 2 ആയത്തുകൾ കൂടെ ഉണ്ട്, 72, 73, 74. നമുക്കതൊന്ന് ഓതി നോക്കാം. എല്ലാവരും ഒന്ന് ഖുർആൻ തുറന്നു വെച്ച് കഴിഞ്ഞ ദിവസം ഓതിയ ആയത്തുകൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖാലൂ ലൻ نؤثرك على ما جاءنا من البينات والذي فطرنا فاقض ما أنت قاض إنما تقضي هذه الحياة الدنيا إنا آمنا بربنا ليغفر لنا خطايانا وما أكرهتنا عليه من السحر والله خير وأبقى إنه من يأت ربه مجرما فإن له جهنم لا يموت فيها ولا يحيا. അപ്പോൾ ഫിർഔനിൻ്റെ ആളുകൾ, സാഹിര്യങ്ങളായ ആളുകൾ മൂസാ നബിയുടെ, ഹാറൂൻ നബിയുടെ അള്ളാഹുവിൽ വിശ്വസിച്ചു. നിങ്ങൾ എന്നോട് ചോദിക്കാതെ ഞാൻ പറയണതിൻ്റെ മുമ്പ് നിങ്ങളോട് വിശ്വസിക്കാണോ എന്നൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നതിന് ഉറപ്പാണ്. ഇന്നാ ആമന്നാ ബിറബ്ബിനാ ലിയഗ്ഫിറ ലനാ ഖതായാന, ഞങ്ങളെ പാപങ്ങൾക്ക് പുറത്തു കിട്ടാൻ വേണ്ടി ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ്. അള്ളാഹു ഖൈറായവനാണ്, അവനാണ് ബാക്കിയാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഫിർഔനിന്റെ മുമ്പിൽ ധൈര്യസമേതം ചങ്കൂറ്റത്തോടെ തങ്ങളുടെ ആദർശം ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല ഈ സൂറത്തിന്റെ 74-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ആരെങ്കിലും പാപികളായി, ദോഷികളായി, തൗബ ചെയ്യാതെ, നന്നാവാതെ, കുറ്റവാളികളായി പരലോകത്ത് വന്നാൽ അവനാണ് മുജ്രിം എന്ന് വിളിക്കുന്നത്. ഇന്നഹു മയ്യഅതി റബ്ബഹു മുജ്രിം, ആരെങ്കിലും കുറ്റവാളിയായി വന്നാൽ ഫഇന്ന ലഹു ജഹന്നം, അവന് നരകമാണ്. ലാ യമൂതു ഫീഹാ, അവിടെ അവൻ മരിക്കൂല. വലാ യഹ്യ, അവിടെ അവൻ ജീവിക്കുകയുമില്ല. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം വായിക്കുന്നിടത്ത് നിങ്ങളെ പുസ്തകത്തിൻ്റെ 158-ാമത്തെ പേജിൽ കാണാം, നരകത്തിലെ ജീവിതവും മരണവും ഇല്ലാത്ത കേന്ദ്രമാണ്. നല്ല സ്വസ്ഥമായൊരു ജീവിതം ഉണ്ടാവില്ല, എന്നാണ് മരിച്ചു തീരൂല. സൂറത്ത് ഫാത്തിറിലെ ഒരായത്ത് കൊടുത്തിട്ടുണ്ട്, 36-ാമത്തെ ആയത്ത്, ലാ യുഖ്ളാ അലൈഹിം, അവരുടെ മേൽ ഒരിക്കലും വിധിക്കൂല. ഫയമൂതു, എങ്കിൽ അവർ മരിക്കാമായിരുന്നു. ഒരിക്കലും മരിക്കാൻ എന്ന് അവർക്ക് വിധില്ല, മരിക്കൂല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, എന്നാ ശിക്ഷയെന്ന് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് കിട്ടുമോ? ഇളവും കിട്ടൂല. കദാലിക നജ്സി കുല്ല കഫൂരിൻ, ഈ നന്ദി കെട്ട ആളുകൾക്കൊക്കെ ഇങ്ങനെ തന്നെയാണ് പ്രതിഫലം കൊടുക്കുക. അപ്പൊ അവർക്ക് നരകത്തിൽ മരണമില്ല. ഏറ്റവും ദൗർഭാഗ്യവാനായ ആള് മാത്രമേ നരകത്തിലെത്തൂ. വയതജന്നബുഹൽ അഷ്ഖാ അല്ലദീ യസ്ലൻ നാറൽ കുബ്ര, വെന്തെരിയുന്ന വലിയ നരകത്തിൽ. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, നരകത്തെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ അവിടെ ജീവിതമല്ല, മരണമല്ല. നമ്മൾ കേൾക്കാറുള്ള സൂറത്തുൽ അഅലയിലാണ്. നരകത്തിന്റെ മാലാകമാരുണ്ട്, നരകത്തിന് കാവൽക്കാരുണ്ട്. എത്ര കാവൽക്കാരാണ് നരകത്തിനുള്ളത്? 19. മാഷാ അല്ലാഹ്. അലൈഹാ 19. 9 എന്ന് പറഞ്ഞാൽ 9. 19 19 ആളെ കൊണ്ട് ഇതൊക്കെ കൂടെ നോക്കിയാൽ എത്തുവോ? ആ മലായിക്കത്തുകളുടെ പ്രത്യേകത പറഞ്ഞു, അലൈഹാ മലായിക്കത്തുൻ
ഗിലാദുൻ ശിദാദ്, പരുക്കന്മാരാണ്, മല്ലന്മാരാണ്, ശക്തന്മാരാണ്. അവരുടെ നേതാവിന്റെ പേരെന്താ? നരകത്തിന്റെ കാവൽക്കാരൻ നേതാവിന് പേരുണ്ട്, മാലിക് എന്നാണ് അവന്റെ പേര്. നരകത്തിന്റെ കാവൽ മാലാഖയുടെ നേതാവിന്റെ പേര്. അത് സൂറത്തു സുഖ്റുഫിന്റെ ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞു, വനാദൗ യാ മാലികു ലിയഖ്ലി അലൈനാ റബ്ബുക ഖാല ഇന്നകും മാകിസൂൻ. നരകക്കാർ വിളിച്ചു പറയുമത്രേ, യാ മാലിക്, അല്ല മാലിക്കേ, ലിയഖ്ദി അലൈനാ റബ്ബുക, താങ്കളുടെ രക്ഷിതാവ് ഞങ്ങളുടെ മേൽ മരണം വിധിക്കട്ടെ. ഒന്ന് പറഞ്ഞോക്ക്, ഞങ്ങളൊന്ന് മരിപ്പിക്കാൻ പറ്റുമോ എന്ന്. ഖാല ഇന്നകും മാകിസൂൻ, മാലിക് എന്ന മലക്ക് പറയുമത്രേ, നിങ്ങൾ ഇവിടെ താമസിക്കേണ്ടവർ തന്നെയാണ്, നിങ്ങൾ അങ്ങനെ മരിച്ചു പോകേണ്ടവരല്ല. അത്രക്ക് ദുനിയാവിൽ പടച്ചോൻ ചാൻസ് തന്ന്, നന്നാവാൻ തന്ന്, പഠിക്കാൻ ചാൻസ് തന്ന്, വേദഗ്രന്ഥം തന്ന്, താക്കീത് തന്ന്, ഖുത്ബ തന്ന്, എന്തെല്ലാം നന്നാകാനുള്ള അവസരം, തൗബകളുടെ അവസരം. ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനുള്ള മാത്രം ശിക്ഷ, ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടി 20 ഇരട്ടി 30 ഇരട്ടി നന്മ, അത്രക്ക് ചാൻസ് തന്നിട്ട് നിങ്ങൾ വീണ്ടും ഈ നരകത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നക്കും മാകിസൂൻ, നിങ്ങൾ ഇവിടെ താമസിക്കേണ്ട ആൾക്കാരാണ്. ഒരാടിന്റെ രൂപത്തിൽ കൊണ്ടുവന്ന് ഒരാടിനെ അവിടെ വെച്ച് അറുത്ത് കശാപ്പ് ചെയ്യും. അപ്പോ അവരോട്, നരകക്കാരോട് ചോദിക്കും, ഇപ്പൊ ഈ അറുത്തിട്ട ഈ സാധനം ഉണ്ടല്ലോ, ഇതെന്താ നിങ്ങൾക്കറിയോ? ഫയഖൂലൂൻ, അവർ പറയും, നഅം ഹാദൽ മൗത, ഇത് മരണമാണ്. ഒരു പ്രതീകാത്മകമായി ഒരു ആടിനെ കൊണ്ടുവന്ന് അവിടെ വെച്ച് അറുത്ത് നശിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇതാണ് ഇവിടുത്തെ ഈ ഒരു അവസ്ഥ, ഇത് മരണമാണ്, മരണത്തെ അറുത്ത് കഴിഞ്ഞു, ഇനി മരണം ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾക്ക് ജീവിതം തന്നെയാണ്, എന്നാൽ നല്ലൊരു ജീവിതമൊന്നും ആരും ഇതിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ നരകത്തിന്റെ മുമ്പിൽ നമ്മളൊരു മുജ്രിമായി എത്തുക എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും വലിയ മോശക്കാരായി മാറുന്ന അവസ്ഥയാണ്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, മഹാനായ സുലൈമാനു തൈമി അൻ അബി നളറ അൻ നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്ബ, ഒരിക്കൽ നബി മിമ്പർമന്ന് ഖുത്ബ നടത്തുകയാണ്. ഫഅതാ അലാ ആദിഹിൽ, അപ്പോഴാണ് ഈ ആയത്തുകൾ വന്നിറങ്ങിയത്, ഇന്നഹു മയ്യഅതി റബ്ബഹു മുജ്രിമ ഫഇന്ന ലഹു ജഹന്നം ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അടുത്ത ആയത്തോ, വമൻ യഅതിഹി മുഅ്മിനാ ഖദ് അമില സ്സാലിഹാത്ത് ഫഉലൈക ലഹുമുദ് ദറജാതുൽ ഉലാ. എവിടെ നരകക്കാരെ പറ്റി പറഞ്ഞു, ഇപ്പുറത്തെ സ്വർഗ്ഗക്കാരെ പറ്റി പറയും. എവിടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു, അവിടെ മരണത്തെക്കുറിച്ചൊന്ന് പറയും. എവിടെ ദുന്യാവിനെ കുറിച്ച് പറഞ്ഞോ, ഇപ്പുറത്തൊന്ന് പരലോകത്തെ പറ്റി പറയും. അത് ഖുർആന്റെ ശൈലിയാണ്. അപ്പൊ നരകക്കാരെ കുറിച്ച് പറഞ്ഞു, തൊട്ടടുത്ത ആയത്ത് വമൻ യഅതിഹി മുഅ്മിന, ഒതുക്കി ഖദ് അമില സ്സാലിഹാതി ഫഉലൈക ലഹുമുദ് ദറജാതുൽ ഉലാ. ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى. جنات عدن تجري جنات عدن تجري من تحتها الأنهار خالدين فيها وذلك جزاء من تزكى
وذلك جزاء من تزكى. രണ്ടായത്തുകൾ നമ്മൾ ഓതിയിട്ടുള്ളൂ. ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى فأولئك لهم الدرجات العلى. നോദിക്കേ ومن يأته مؤمنا قد عمل الصالحات فأولئك لهم الدرجات العلى. അടുത്ത ആയത്തിൽ ജന്നാത്തു അദ്നിൻ തജ്രി എന്ന് പറയില്ല, അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ. 2-3 ഹാ വന്നുണ്ട്. തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ وذلك جزاء من تزكى. جنات عدن تجري من تحت خالد وذلك جزاء من تزكى. ഇന്നഹു ആരെങ്കിലും കൊണ്ടുവന്നാൽ, ആരെങ്കിലും അവന്റെ അടുക്കൽ വന്നാൽ, അള്ളാന്റെ അടുത്ത് നേരത്തെ മുജ്രിമായി വന്നാൽ, ഇനി അടുത്തായത് ആരെങ്കിലും വന്നാൽ, മുഅ്മിനായി കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ വന്നാൽ, മുഅ്മിനായി കൊണ്ട് അള്ളാന്റെ അടുക്കൽ വന്നാൽ. അടുത്തത് ഖദ് അമില സ്വാലിഹാത്ത്, മുഅ്മിനാണ്, തീർച്ചയായും സൽക്കർമ്മങ്ങളും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. 83 സ്ഥലങ്ങളിൽ ആമനു എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കൂടെ വഅമിലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈമാനും വേണം, ഒരുപാട് സൽക്കർമ്മങ്ങളും വേണം. ആരെങ്കിലും മുഅ്മിനായി വന്ന് ഒരുപാട് സൽക്കർമ്മങ്ങളുമായി വന്നാൽ ഫഉലൈക, അങ്ങനെയുള്ള ആളുകൾക്കാണ് ലഹുമുദ് ദറജാത്തുൽ ഉലാ. ലഹും എന്ന് പറഞ്ഞാൽ അവർക്ക്, ദറജാത്ത് പദവികൾ. എങ്ങനത്തെ? അൽ ഉലാ, ഉന്നതമായ ഉയർന്ന പദവിയാണ്. ചെറിയ പദവികളല്ല, ഉയർന്ന പദവികളാണ് അവർക്ക് കിട്ടുന്നത്. സ്വർഗത്തിനെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസവും സൽക്കർമ്മവും ഒരാളുടെ ജീവിതത്തിൽ ഒരുമിച്ച് സമന്വയിച്ച് വന്നാൽ അത്തരം ആളുകൾക്കൊക്കെ ഉയർന്ന ദറജാത്തുകളാണ് പടച്ചോൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒരു വിശ്വാസി അവന്റെ ഈമാൻ ആദ്യം പരിശോധിക്കണം. എൻ്റെ ഈമാൻ സ്വർഗത്ത് പോകാൻ മാത്രമുള്ള ഈമാൻ എനിക്കുണ്ടോ? ഒരു നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുമ്പോൾ നമ്മളെ മനസ്സിന് വേദന ഉണ്ടോ? ഒരായത്തോതാത്ത ദിവസം വരുമ്പോൾ നമുക്കൊരു സങ്കടം വരുന്നുണ്ടോ? ഒരു ഉറുപ്പ സ്വതക്ക ചെയ്യാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? നമുക്ക് കൊടുത്താലാ ബുദ്ധിമുട്ട് വരുന്നത്, നമുക്ക് കൊടുത്തില്ലെങ്കിൽ സങ്കടമൊന്നും വരുന്നില്ല. അള്ളാന്റെ മാർഗത്തിൽ എപ്പോഴെങ്കിലും യാത്ര പോയതിന്റെ പോകാൻ പറ്റാത്തതിന്റെ പേരിൽ, എനിക്കൊരു നല്ലൊരു കാര്യത്തിന് പോകാൻ പറ്റാത്തതിന്റെ പേരിൽ നമുക്കൊരു വിഷമോ സങ്കടം വരുന്നുണ്ടോ? നമ്മളെ ഈമാനിനെ പരിശോധിക്കാനുള്ള അടയാളങ്ങളാണ്. സ്വഹാബിമാര് കയറി വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാനൊക്കെ മുനാഫിക്കാവുകയാണ്. ഹൻദല റളിയല്ലാഹുവിന്റെ ചരിത്രം അറിയാലോ. നബിന്റെ ക്ലാസ് കേൾക്കുമ്പോ ആ വഅലുകൾ കേൾക്കുമ്പോ ഭയങ്കര ഈമാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങാടിക്ക് ഇറങ്ങി വീട്ടിൽ പോയി അവിടെയും ഇവിടെയൊക്കെ പോയി തിരിച്ചു വരുമ്പോ അത്ര ഈമാൻ കിട്ടണില്ല. ഹൻദല റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെ ഹൻദല മുനാഫിക്കായി. അവർക്ക് പേടിയാണ്. അപ്പൊ നബിനോട് പറയാണ്, എങ്ങനെ മുനാഫിക്കായത്? അല്ല നബിയെ, എനിക്ക് ഈമാൻ കുറഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് പറഞ്ഞത്, ഈമാൻ എന്ന് പറഞ്ഞാൽ കുറയാം കൂടാം, അതുകൊണ്ട് ഒരാൾ മുനാഫിക്കാകുന്നില്ല. പക്ഷെ അവർക്ക് പേടിയാണ്, മുനാഫിക്കാകുമോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിലെ സഹാബിമാർക്കിടയിൽ ഒരു സഹാബിയെ വിളിച്ചുകൊണ്ട് മദീനയിലുള്ള മുനാഫിഖീങ്ങളുടെ പേര് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോ പിന്നീട് ഉമർ ഖത്താബ് തങ്ങളെ പോലെയുള്ള പല സഹാബിമാരും വന്ന ആ സഹാബിനോട് ചോദിക്കത്രേ, എന്റെ പേരുണ്ടതില്?
ആര്? സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത തെളിയിക്കപ്പെട്ട ബോധ്യപ്പെടുത്തപ്പെട്ട സ്വഹാബിമാർ ചെന്ന് ചോദിക്കൂത്രേ, എന്റെ പേരെങ്ങാനും അതിലുണ്ടോ? അവർക്ക് ഭയം ഉണ്ടായിരുന്നു അവരുടെ ഈമാന്റെ കാര്യത്തിൽ. ഏറ്റവും അധികം നമ്മളേറെ ശ്രദ്ധയോടെ ചെറുതും വലുതുമായ സകല ശിർക്കിനെയും പേടിക്കണം എന്നാ പറഞ്ഞു. ചെറുതും വലുതുമായ സകല ശിർക്കിനെയും നമ്മൾ ഭയപ്പെടണം. നമ്മുടെ ഈമാനെ നഷ്ടപ്പെടുത്തും. ഈമാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. പിന്നെയാണ് രണ്ടാമത് പറഞ്ഞത് ഖദ് അമില സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ. നമുക്കിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ, സുഹൃതങ്ങൾ ചെയ്യാൻ, പുണ്യങ്ങൾ പ്രവർത്തിക്കാൻ എത്ര മേഖലകളാ തുറന്നിട്ടിരിക്കുന്നത്. പണ്ടൊന്നും അങ്ങനെ ചാൻസ് ഇല്ല എന്ന് പറയാം. ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മളൊന്ന് ആലോചിച്ച് പരിശോധിച്ച് നോക്കിയാൽ എൻ്റെ അമലു സ്വാലിഹാത്തുകളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി പരിശോധിച്ച് നോക്കിയാൽ എന്താ ഉള്ളത് എന്ന് ഇങ്ങനെ എടുത്തൊന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്ത് നോക്കിയാൽ മതി, സ്വന്തത്തിന് വേണ്ടി വിലയിരുത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലിങ്ങനെ ചേർക്കുക, എനിക്ക് എന്തൊക്കെ ഇതിലേക്ക് ഇനി ചേർക്കാൻ കഴിയും, എനിക്കെന്താ ഒരു 10 രൂപ ദാനം ചെയ്തൂടെ, എനിക്കെന്താ ഒരു ഹദീസ് വായിച്ചൂടെ, എനിക്കെന്താ ഒരു 10 ആയത്ത് ഖുർആൻ നോക്കി ഓതിക്കൂടെ. ഇങ്ങനെ അമലു സാലിഹാത്തിലേക്ക് എന്തൊക്കെ ചേർക്കാൻ പറ്റുമെന്ന് നമ്മളെ പറ്റി തന്നെ, വേറെ വിടാം, നമുക്ക് നമ്മളെ പറ്റി തന്നെ വിചാരണ ചെയ്യാലോ. അതുണ്ടെങ്കിലേ അള്ളാന്റെ സ്വർഗമാകുന്ന ദർജ കിട്ടുള്ളൂ. സ്വർഗം അല്ലാഹു തആല പറഞ്ഞല്ലോ, അഫഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഈമാനും അമലു സാലിഹാത്തും കൊണ്ട് തന്നെ അത് പ്രവേശിക്കാൻ പറ്റുള്ളൂ. മഹാന്മാരായ ഉലമാക്കന്മാർ രേഖപ്പെടുത്ത ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ കാണാം, അൽ ജന്നതു മിഅത ദറജത്തിൻ, അല്ലാഹു ഉണ്ടാക്കിയ സ്വർഗ്ഗത്തിന് 100 ദറജയുണ്ട്. എത്ര ദറജയുണ്ട്? 100 ദറജ, 100 ദറജ, 100 തട്ട്. എന്നിട്ട് പറഞ്ഞു, ആ സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം മാ ബൈന കുല്ല ദറജതൈനി കമാ ബൈന സമാഇ വൽ അർദ്, ഒരു തട്ടിൽ നിന്ന് അടുത്ത തട്ടിലേക്ക് ആകാശഭൂമികളുടെ അത്രയും വ്യത്യാസം ഉണ്ടാവും. വൽ ഫിർദൗസു അലാഹാ ദറജതൻ, ഏറ്റവും ടോപ്പിലാണ് ജന്നത്തുൽ ഫിർദൗസ് കിടക്കുന്നത്. വമിൻഹാ തുഖ്രിജുൽ അൻഹാറുൽ അർബഅ, 4 അരുവികൾ ആ മേലെന്ന് താഴേക്ക് ഒഴുകുകയാണ്. ഏതാ 4 അരുവി? അസലി മുസഫ, തേന്, പാൻ, അൽഹാർ മിൻ ലബൻ, ഖംർ മിൻ ലദ്ദത്തി ശാരിബീൻ, അതുപോലെ തന്നെ മായിൻ. ക്ലാസ്സിൽ 10-40 ആൾക്കാരുണ്ട് കേട്ടോ, ഒരാളേക്ക് ഉത്തരം വരുന്നുള്ളൂ. പ്രശ്നമാണ്, പരിഹരിക്കേണ്ട പ്രശ്നമാണത്. ഞാൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോണ്ട, നിങ്ങൾ എന്തിനെല്ലാം കൂടി പറയുന്നതെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ് നമുക്കത് ചീത്ത പേര് എന്ന് പറഞ്ഞ വിഷയം ഉണ്ടാക്കണ്ട. നമ്മൾ ഇൻഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്ക്, അതാ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ പഠിക്കുക. നമ്മൾ എത്രയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ തോന്നുന്നത്, എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. സ്വർഗത്തിൽ 4 അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ അരുവികള് അതിന്റെ പ്രത്യേകത തന്നെ വിശദീകരിക്കുന്നുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം, ലഹരിയില്ലാത്ത മദ്യം, അങ്ങനെ വേറെ പറയുന്നുണ്ട്. മധുരകരമായിട്ടുള്ള, ഒരിക്കലും മത്തുപിടിക്കാത്ത നല്ല തേന്, ഇതൊക്കെ പടച്ചോൻ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അത് എവിടുന്ന ഒഴുകണത്? ഫിർദൗസ് എന്നാണ്. എന്നിട്ട് പറഞ്ഞു വൽ അർശു ഫൗഖഹ, അല്ലാഹുവിന്റെ അർശ് ഇതിന്റെ മേലെ, ഫിർദൗസിന്റെ മേലെയാണ്. ഫഇദാ സഅൽതുമുല്ലാഹ്, നിങ്ങൾ സ്വർഗ്ഗം വേണമെന്ന് എപ്പോഴെങ്കിലും ചോദിക്കുമ്പോൾ ഫസ്അലൂഹുൽ ഫിർദൗസ്, എന്താ ചോദിക്കണ്ടേ? ഫിർദൗസ് കിട്ടണ പടച്ചോനെ എന്ന് ചോദിക്കണം. ഫിർദൗസിൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാത്രമല്ല, ഉലമാക്കന്മാർ അതിന്റെ പരിഭാഷപ്പെടുത്തിയാൽ, അതിന്റെ തഫ്സീർ എഴുതിയ സമയത്ത് പറയുന്നുണ്ട്, ഇത് അവിടെ കമാ ബൈന സമായി വൽ അർളി ഫീഹിന്നൽ യാഖൂതു വൽ ഹല്ലി ഫീ കുല്ലി ദറജത്തിൻ നമീറുൻ യറൗന ലഹുൽ ഫദ്ല വസ്സുഉദ്, ഇങ്ങനെ അതിന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന നേതാക്കന്മാരുണ്ട്. വലിയ വലിയ സ്ഥാനങ്ങളും പദവികളൊക്കെ ലഭിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നബിനോട് സഹാബത്ത് ചോദിക്കാണ്, അതിൽക മനാസിലുൽ അംബിയ, ഈ വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ അമ്പിയാക്കന്മാർക്ക് മാത്രമല്ലേ കിട്ടുള്ളൂ? ഖാല, നബി പറഞ്ഞു, ബലാ വല്ലദീ നഫ്സി ബിയദി റിജാലുൻ ആമനൂ ബില്ലാഹി വസദഖുൽ മുർസലീൻ, അമ്പിയാക്കന്മാർക്ക് മാത്രമല്ല, അള്ളാനെ ശരിക്ക് വിശ്വസിച്ച് അമ്പിയാക്കന്മാരെ സത്യപ്പെടുത്തി ആര് ജീവിച്ചാലും ഉയർന്ന ദറജ കിട്ടും. സുനൻ, മറ്റൊരു സുനൽ കാണാം, ഇന്ന അബൂബക്കറിൻ വ ഉമറിൻ ലമിൻഹും വഅൻഅമ,
പ്രവാചകന്മാർ മാത്രമൊന്നല്ല, അബൂബക്കർ അവിടെ ഉണ്ടാകും, ഉമർ അവിടെ ഉണ്ടാകും. അവരൊന്നും നബിമാരല്ലല്ലോ, അല്ലാത്തവർക്കും ആ ഉയർന്ന സ്ഥാനം കിട്ടാൻ സാധിക്കുന്ന പറഞ്ഞത്. എന്താ സ്ഥാനത്തിന്റെ പ്രത്യേകത? ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫിഹാ. ആയത്ത് നോക്കിക്കേ, ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫിഹാ വദാലിക ജസാഉ മൻ തസക്കാ. ജന്നാത്തു അദ്ൻ, ആ സ്വർഗത്തിന്റെ പ്രത്യേകത അത് അദ്ൻ എന്ന സ്വർഗമാണ്, സ്ഥിരവാസത്തിന്റെ സ്വർഗമാണ്. സ്വർഗത്തിന് ഒരുപാട് പേരുണ്ട്. ജന്നത്തുൽ ഫിർദൗസ്, ജന്നത്തുൽ മഅവ, ജന്നത്തുൽ ഖുൽദ്, ജന്നത്തു അദ്ൻ. ജന്നത്തു അദ്ൻ എന്ന് പറഞ്ഞാൽ സ്ഥിരതയിലുള്ള സ്വർഗം എന്ന അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. നശിക്കാത്ത സ്വർഗം, സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളാണ് അവൻക്കുള്ളത്. തജ്രി, അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. മിൻ തഹ്തിഹാ, അതിന്റെ താഴെ ഭാഗത്തുകൂടെ അൽ അൻഹാർ, നേരത്തെ പറഞ്ഞ ആ അൻഹാറുകൾ ഇങ്ങനെ ഒഴുകും. ഖാലിദീന ഫീഹാ, ആ സ്വർഗത്ത് കയറിയ ആള് എന്നും ശാശ്വതനായി സ്വർഗത്തിലാണ്. വദാലിക, അത് ജസാഉ, പ്രതിഫലമാണ്, കൂലിയാണ്. മൻ തസക്ക, പരിശുദ്ധി നേടിയ, പാപങ്ങളിൽ നിന്ന് മുക്തി നേടിയ അവർക്കുള്ള പ്രതിഫലമാണ് അല്ലാഹു തആല ഈ കൊടുത്തിരിക്കുന്നത്. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഈ സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ആ സ്വർഗത്തെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ ഇവിടുന്ന് പറയാണ്, ഇത് ഇഖാമത്തിൻ്റെതാണ്. വഹിയ ബദലും മിനദ് ദറജാത്തിൽ ഉലാ. ജന്നാത്തു അദ്ൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി താമസിക്കാനുള്ള ഉയർന്ന ദറജയുള്ള സ്വർഗമാണ്. മാകിഥീന അബദ, ഖാലിദീൻ എന്ന് പറഞ്ഞ സ്ഥിര ശാശ്വത താമസ സ്ഥലമാണ്. വദാലിക ജസാഉ മൻ തസക്ക, പരിശുദ്ധി നേടിയവർക്കുള്ള പ്രതിഫലമാണ് എന്ന് പറഞ്ഞാൽ ത്വഹുറ നഫ്സഹു മിനദ് ദനസ്, മനസ്സിനെ അതിൻ്റെ എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും രക്ഷപ്പെടുത്തിയവർക്കുള്ളതാണ് സ്വർഗം. സ്വർഗത്ത് കയറുന്ന വ്യക്തികളോട് കയറുന്നതിൻ്റെ മുമ്പ് ഖൻതറ എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ടാവും. എന്താ പേര്? ഖൻതറ. ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ സ്വർഗത്ത് പോണ ആൾക്കാരൊക്കെ ഒന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്യിക്കും. എന്നിട്ട് നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് തീർക്കണം. ഇതിന് ഉള്ളിൽ കയറിയാൽ പകയോ വെറുപ്പോ വിദ്വേഷമോ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അവിടെ ആർക്കെങ്കിലും അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ചെറിയ അസ്വാരസ്യമുണ്ടെങ്കിൽ അതുപോലും തീർത്തുകൊണ്ടാണ് സ്വർഗത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വേണ്ടാത്തതൊന്നും നിങ്ങൾ കേൾക്കൂല എന്ന് പറഞ്ഞത്. ആ പ്രശ്നമൊക്കെ തീർത്തിട്ടാണ് കേൾക്കുന്നത്. അവിടെ അനാവശ്യമായ സംസാരങ്ങൾ പോലും നിങ്ങൾ കേൾക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞത്. മനസ്സിനെ, ധനസിൽ നിന്ന് നഫ്സിനെ നന്നാക്കണം. ധനസ് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛത, വേണ്ടാത്തരങ്ങൾ, വൃത്തികേടുകൾ, വൽ ഖുബ്സ്, മാലിന്യങ്ങളിൽ നിന്ന്, വശിർക്ക്, ശിർക്കിൽ നിന്ന് മനസ്സിനെ മോചിപ്പിച്ചവർക്കുള്ളതാണ് ഈ സ്വർഗം. വഅബദല്ലാഹ വഹദ, അല്ലാഹനെ മാത്രം ആരാധിക്കുന്നവർക്കുള്ളതാണ്. ലാ ശരീക ല, ഒരു പങ്കുകാരനെയും സമർപ്പിക്കാത്തവനാണ്. വത്തബഅൽ മുർസലീൻ, സകല നബിമാരെയും പിൻപറ്റുന്നവർക്കുള്ളതാണ്. ഫീമാ ജാഊ മിഹി മിൻ ഖൈരിൻ വതലബിൻ, അവര് പറഞ്ഞ നന്മകൾ, അവർ ആവശ്യപ്പെട്ട നന്മകൾ പകർത്തി ജീവിക്കുന്നവർക്കുള്ളതാണ് ജന്നാത്തു അദ്ൻ. ആ സ്വർഗം നമുക്ക് ലഭിക്കണം, നമ്മുടെ കുടുംബത്തിന് ലഭിക്കണം, അവർക്കെല്ലാവർക്കും ദീനിയായ ബോധം നമുക്ക് ലഭിക്കണം. നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഭാര്യമാർ ഖുർആൻ ക്ലാസ്സിന് പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ, ഞാൻ അന്വേഷിച്ചിടത്തോളം ഇത്രയും സഹോദരിമാർ അവിടെ വരുന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ ആരുടെയൊക്കെയോ ഭാര്യമാർ അതിൽ പങ്കെടുക്കുന്നില്ല. വീട്ടിലെ സ്ത്രീകൾ പങ്കെടുക്കും. വീട്ടിലെ സഹോദരിമാര് ദീന് പഠിക്കാൻ തുടങ്ങിയാൽ നമ്മളെ സമയബന്ധിതമായ ഇബാദത്തുകളിൽ അവർ ഓർമ്മപ്പെടുത്തും. നമ്മുടെ നന്മകൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അവർ തിരിച്ചു പിടിക്കും. നമ്മളെ വീട്ടിൽ ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം ഉമ്മമാര്, സഹോദരിമാര് ദീന് പഠിക്കലാണ്. ചില ആൾക്കാർ വിളിക്കണില്ല. ഞാൻ വിളിച്ചിട്ട് കാര്യമില്ല, വരൂല എന്നാ പറഞ്ഞു. വിളിക്കണം. വന്നോ വന്നില്ലേ എന്നുള്ളതിൽ അവരെ എത്തിക്കാൻ പറ്റുമെന്ന് മാർഗം. നമ്മൾ ആദ്യം തന്നെ ധാരണയിൽ വരും, ഓളൊക്കെ ഖുറാഫിയാണ്, ഓളൊന്നും വിളിച്ചിട്ട് കാര്യമില്ല, അത് വെക്കരുത്. അങ്ങനെ പറയാൻ കഴിയില്ല. നമ്മളെ അനുഭവങ്ങളിൽ എത്രയോ ആളുകൾ അതൊന്നുമല്ലാതെ സുഖമായി വളരെ സന്തോഷത്തോടെ നമ്മുടെ ദീനിയായ ദർസുകളിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട്.
ഞാൻ നാട്ടിൽ ഒരു ദർസ് ആരംഭിച്ചു. നമ്മളൊക്കെ ഫണ്ടൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ഇസ്ലാഹി സെൻ്റർ ആരംഭിച്ചു. അൽഹംദുലില്ലാ 1ാം നില കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ റമദാനിലൊക്കെ നമസ്കാരമൊക്കെ ആരംഭിച്ചു. ഇപ്പോൾ സ്ഥല സൗകര്യം ഇല്ലാഞ്ഞിട്ട് അതിൻ്റെ മേലൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫസ്റ്റ് വാർപ്പും കഴിഞ്ഞു. ബേജാറാവണ്ട, പിരിവൊന്നും നടത്തണില്ല. ഇപ്പോൾ തന്നെ നീച്ചു പോകില്ല, നിങ്ങൾക്ക് ബേജാറുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതിൽ അൽഹംദുലില്ലാ സന്തോഷ വാർത്ത പറയുകയാണ്, അതിൻ്റെ മേലേക്കുള്ള ഫ്ലോറും കൂടിയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ ഏകദേശം നടന്നു പോയപ്പോൾ ഈ പരിപാടികൾ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും കുടുംബങ്ങളെയും പരിപാടികളിലേക്കൊക്കെ വിളിച്ചു. അപ്പോൾ നോക്കുമ്പോൾ പള്ളിൻ്റെ പരിസരത്തുള്ള ആൾക്കാർ ദാഹിച്ച് കിടക്കുന്ന പോലെ, വിളി കിട്ടാൻ കാത്തുക്കുന്ന പോലെ എല്ലാ സ്ത്രീകളും പരിസരത്തുള്ള വലിയ സമസ്ത നേതാക്കന്മാരുടെ വീട്ടിൽ നിന്ന് വരെ സ്ത്രീകൾ വരാൻ തുടങ്ങി നമ്മളെ പള്ളികളിലേക്ക്. അപ്പോൾ അടുത്ത ദിവസം മഹല്ലിൽ മീറ്റിംഗ് ഓടിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തി, നിങ്ങൾ എന്തിനാണ് അവരുടെ പള്ളിക്ക് പോണത്? നിങ്ങൾക്ക് ദർസ് വേണമെങ്കിൽ നമ്മളെ പള്ളിയിൽ നമ്മൾ മജ്ലിസുന്നൂർ ഉണ്ടാക്കൂലേ, നമ്മൾ വേറെ എന്തെങ്കിലും അതിന് പോയാൽ പോരെ, നിങ്ങൾ എന്തിനാ വേൾഡ് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രത്യേകം വീടുകൾ കേന്ദ്രീകരിച്ച് അവരെ ബ്ലോക്ക് ചെയ്തു. എന്നിട്ടും ക്ലാസ്സിലേക്ക് വന്നവരുണ്ട്, പ്രോഗ്രാം ഫാമിലി കോൺഫറൻസിന് വന്നവരുണ്ട്. അതിൻ്റെ അർത്ഥം ആവശ്യക്കാരുണ്ട്, വേണ്ടത് ലഭിക്കുന്നുണ്ട്. ഇൽമ് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് വേറൊരു വഴി കിട്ടാനില്ല. ഇതര പ്രസ്ഥാനക്കാരായ ആളുകൾ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. കരിപ്പൂരിൻ്റെ ഒരു സമ്മേളന വാഹന ജാഥ കൂടെ പോയോന്ന് എനിക്കറിയില്ല. അടിപൊളി പാട്ടും മ്യൂസിക്കും ഇട്ടിട്ടാണ് സമ്മേളനത്തിൻ്റെ ക്ഷണം. എന്താ ഹദീസ്? ലയസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ മആസിഫ്. ഒരു കാലം വരും പട്ടും മദ്യവും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും അനുവദനീയമാക്കുന്ന ഒരു കൗമ് നാട്ടിൽ വരും. സൂക്ഷിച്ചോളിൻ, ഖിയാമത്ത് നാളിന്റെ അടയാളാണെന്നാ പറഞ്ഞത്. ഇവരടയാളാണെന്നല്ല പറയുന്നത്. ആ പ്രവർത്തനം മോശമാണ്. എത്ര കൃത്യമായി കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പച്ചയായ ഇസ്ലാമിക രംഗത്തുള്ള മഹാപണ്ഡിതന്മാരെ പോലും ചീത്ത വിളിക്കുന്ന, ഇസ്ലാമിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ പോലും പരിഹസിച്ച് തള്ളുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല കാവല് വേണം പടച്ചോനോട്. ഈമാനിൽ ഇസ്ലാമിൻ്റെ നെടുന്തൂണുകളിൽ ശിർക്ക് കലരാതെ, നിഫാക്ക് കലരാതെ, റിയാവും കയറി വരാതെ നല്ല ഒരവസ്ഥയിലേക്ക് എത്താൻ എന്നും നമ്മുടെ കൽബിൽ പ്രാർത്ഥനകൾ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. അള്ളാഹു സ്വർഗം നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഉയർന്ന ദറജാത്തുകളിൽ പ്രവേശിക്കുന്ന ഈമാനുള്ള അമലു സാലിഹാത്തുള്ള ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ മുറാദുകൾ ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ ദീനീ പ്രവർത്തനങ്ങളിലും അവൻ നമുക്ക് അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യപ്രദമായ വിജയങ്ങളും അവൻ ഒരുക്കി നൽകുമാറാകട്ടെ. നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന അനീസ് സാഹിബിൻ്റെ 4.5 വയസ്സുള്ള മകൾ മംഗലാപുരത്ത് ആശുപത്രിയിലാണ്. ചെറിയ 1-2 പ്രധാനപ്പെട്ട ടെസ്റ്റുകളുണ്ട്. ICUയിലാണ് നിലവിലുള്ളത്. അള്ളാഹു ആ കുഞ്ഞിന് ഏറ്റവും വേഗത്തിൽ ഷിഫ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ കുടുംബത്തിന് സമാധാനം നൽകുമാറാകട്ടെ. നമ്മുടെ ഇന്നലെ നടന്ന പ്രോഗ്രാം അൽഹംദുലില്ലാ സാധ്യമാകുന്ന അത്രയും ജനങ്ങളിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കാനും ക്ഷണിക്കാനും അവരെ നേരിട്ട് കാണുവാനും നമുക്ക് സാധിച്ചു. വേണ്ടുന്നതുപോലെ ഒരു അങ്ങാടിയിൽ നമ്മുടെ സന്ദേശം നമുക്ക് പറയാൻ സാധിച്ചു. അൽഹംദുലില്ലാ വലിയ ഒരു നന്മയായി. അതിൻ്റെ എല്ലാ പ്രതിഫലവും അള്ളാഹു നൽകുമാറാകട്ടെ. അതിൻ്റെ തുടർ വിജയങ്ങൾ ഒരുപക്ഷെ കൊല്ലങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം ഒരാൾ ഒരുപക്ഷെ അതിൻ്റെ മാറ്റങ്ങളുമായിട്ട് കടന്നു വരിക. അള്ളാഹു വലിയ സന്മാർഗം ഹിദായത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാവിയിൽ വരാനിരിക്കുന്ന നമ്മുടെ തലമുറയിലെ ഓരോ മക്കളും കുടുംബങ്ങളുമൊക്കെ ഈ തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ യഥാർത്ഥ വഴിയിലാക്കി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ മദ്രസ അനുബന്ധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മദ്രസയുടെ പുതിയ സ്ഥാപനത്തെക്കുറിച്ച് വലിയ കാര്യഗൗരവത്തോടെ ആലോചിക്കേണ്ട സമയമാണ്. ഇത് ജനുവരി മാസമായി. ഏപ്രിൽ മാസത്തിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മെയ് മാസം മാത്രമാണ് ഒരു ഗ്യാപ്പുള്ളത്. ജൂണിൽ പുതിയ ക്ലാസ് റൂമുകൾ വേണം. പുതിയ ഒരു മദ്രസ സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിയേ പറ്റൂ. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി കമ്മിറ്റി കാര്യഗൗരവത്തോടെ ആലോചിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ് ശാഹിദീൻ. റബ്ബനാ ലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. اللهم يا مقلب القلوب ثبت قلوبنا على دينك. وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.